ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ഏവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 18ാമത്തെ ദശകം ആരംഭിക്കുകയാണ്. 18ാമത്തെ ദശകം പൃഥുചരിതമാണ്. പൃഥുചരിതത്തിലെ ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, പാരായണം ചെയ്തത്, അർത്ഥം അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമുത്ഥമുത്ഥാവിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി പാതാലയവാസവിഷ്ണോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമ്മൾ ഇന്ന് പൃഥുചരിത്രത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ സൃഷ്ടികൾ തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങളൊക്കെ ഭൂലോകത്ത് ജനങ്ങളൊക്കെ ധാരാളം വരാൻ തുടങ്ങിക്കഴിഞ്ഞു. മനു ഈ മന്വന്തരത്തിലെ ഫസ്റ്റ് മന്വന്തരം, നമ്മളിപ്പോ 7ാമത്തെ മന്വന്തരത്തിലുള്ളത്. ഇപ്പൊ ഭൂലോകം തുടങ്ങിയിട്ട് 14 മന്വന്തരമാണ്. ഒരു പീരീഡ് 14 മന്വന്തരമാണ്. അതിൽ നമ്മളിപ്പോ ഇരിക്കുന്നത് 7ാമത്തെ മന്വന്തരം. ഇതിന്റെ മനു വൈവസ്വതനാണ്. അത് നമ്മുടെ ആദ്യത്തെ മന്വന്തരം മനു ഉണ്ടായത് സ്വയമായിട്ടാണ്. ബ്രഹ്മാവ് സ്വയമായിട്ട് ഒരാളായിട്ട് പെണ്ണായിട്ട് മാറി. അപ്പൊ അങ്ങനെയാണ് ആദ്യത്തെ മനു ഉണ്ടായത്. അതായത് സ്വയംഭൂ മനു എന്ന് പറയും. ആ സ്വയംഭൂ മനുവിന്റെ മകനാണ് ഉത്താമഭവൻ. സ്വയംഭൂ മനുവും ശതരൂപിയായിട്ട് മാറി ബ്രഹ്മാവ്. അപ്പൊ ആ ശതരൂപിക്കും സ്വയംഭൂ മനുവിന് ജനിച്ച കുട്ടിയാണ്, മകനാണ് ഉത്താനപാദനും അതിന്റെ അളയനും. അപ്പൊ അനിയന്റെ കഥ ഇനി വരുന്നുണ്ട്. അപ്പൊ ഉത്താനപാദന്റെ കഥകളാണ് നമ്മൾ പറയുന്നത്. ഉത്താനപാദന്റെ മകനാണ്. ആ കാലത്ത് തന്നെ 2 ഭാര്യമാരുണ്ടായിരുന്നത്. രണ്ടാനമ്മയ്ക്ക് മൂത്ത ഭാര്യയുടെ കുട്ടിയെ കഷ്ടപ്പെടുത്തുന്നത് ആ കാലത്ത് ഭൂമി തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്, ഈ സൃഷ്ടി തുടങ്ങുമ്പോൾ. അപ്പൊ സൃഷ്ടിയുടെ കണ്ടിന്യൂറ്റിയാണ് നമ്മളിപ്പോ വായിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇന്നലെ വായിച്ച 17ാമത്തെ ദശകം പൂർണ്ണമായിട്ട് വായിക്കാം. ഉത്താനപാദ നൃപതേർ മനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിഃ നിതരാമഭീഷ്ടാം അന്യാസു നീതിരീതി ഭർത്തൃ നാദൃതാസ്യ ഭർത്തൃനാദിതാസ്യ ത്വാമേവ നിത്യമഗതിഃ ശരണം ഗതാഭൂത്. അന്യാസു നീതിഃ ഇത് ഭർത്തൃ അനാദൃതാസ ത്വാമേവ നിത്യം അഗതിഃ ശരണം ഗതോ ഭൂത്. അംഗേ പിതൃഹു സുരുചിഃ പുത്രക ഉത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതി സുതോതിരക്ഷ്യന് ആതിഷിപേ കില ശിശുഃ സുതരാം സുരുച്യ ദുസ്സന്ധ്യജാ ഖലു ഭവത് വിമുഖൈരസൂയാം തന്മോഹിതേ പിതരി പശ്യതി ധാരാവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാവി സ്വമർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസാം ആകർണ്യസോപി ഭവദർച്ചന നിശ്ചിതാത്മാം മാനീനിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സാന്ദ്രനാരദ നിവേദിത മന്ത്രമാർഗ സ്വമാരാരാധ തപസാ മധുകാനനാന്തേ താദേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്വിത ചിത്തവൃത്തൗ ബാലസ്തദർപ്പിതമനാഃ ക്രമവർത്തിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാനം താവത് തപോബലനിരുച്ഛ്വസിതേ ദിഗന്തേ ദേവർത്തിതസ്ഫുടയത് കരുണാർദ്രചേതാഃ തദ്രൂപചിത്രസനീലീനമത്തേ പുരസ്താഃ നാവിർബഭൂവിന വിഭോഃ ഗരുഡാതിരൂഢ. ഓം നമോ ഭഗവതേ വാസുദേവായ. താവത് തപോബലനിരുച്ഛ്വസിതേ ദിഗന്തേ ദേവാർത്തിത ഉദയത് കരുണാർദ്രചിത്താ തദ്രൂപചിത്രസനിലീനമതേ പുരസ്താഃ നാവിർബഭൂവിന വിഭോഃ ഗരുഡാതിരൂഢഃ.
त्वद्दर्शन प्रमद भारतरङ्कितं तं द्रव्यां निमग्नमिव रूपरसायने ते तुष्टमानमवगम्य कपोलदेशे सम्पृष्टमानसि धरणे तदादरेण तावत् विबोध विमलं प्रणुबन्तमेन मा भाषतां त्वमवगम्य तदीयभावं राज्यं चिरं समनुभूय भुजस्य भूयः सर्वोत्र द्रौपदं विनिवृत्तिहीनम् इत्युचिषित्वयगते नृपनन्दनोऽसा वानन्दिता किल जनो नगरीमुपेतः हेमे चिरं भवदनुग्रहपूर्णकामा तादे गते च वनमादृतराज्यभारः यक्षेण देव निहते पुनरुत्तमेऽस्मिन् यक्षैः स युद्धनिरतो विरतो मनुक्त्या शान्त्या प्रसन्नहृदया धनदादुपेता त्वद्भक्तिमेव सुदृढामृणवोन्महात्मा। ओं नमो भगवते वासुदेवाय। ओं श्रीकृष्ण परमात्मने नमः। अद्ये भवत्पुरुषनीत विमानयातो मात्रा समं ध्रुवपते मुदितोऽयमास्ते एवं सप्रतजनबालन लोलधिस्त्वं पातालयाधिपनिरिन्ति मम यौघनानन। ओं नमो भगवते वासुदेवाय। ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ഇന്ന് നമ്മള് അടുത്ത കഥയിലേക്ക് ധ്രുവചരിതം കഴിഞ്ഞു. ധ്രുവൻ ആകാശത്തെ നക്ഷത്രമായിട്ട് അമ്മയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ സ്ഥിരതാമസമാക്കി. ഇനി അടുത്തത് നമ്മള് പൃഥുചരിത്ര വർണ്ണനമാണ് പറയുന്നത്. ധ്രുവന്റെ അടുത്ത പിൻഗാമികളുടെ കഥകളാണ് വരാൻ പോകുന്നത്. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേ രംഗസ്യ ഭജനീം സുതവേന നാമ യദ്ദോഷ ജാതസ്യ ധ്രുവകുല ഇവ തുംഗകീർത്തേ രംഗസ്യ ഭജനീം സുതസേവന നാമ യദ്ദോഷ വിദിതം പരിസ രാജവര്യ ത്വത്പാദേ ലിഖിതമനാ വനം ഗതോ ഭൂത്. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേ രംഗസ്യ ഭജനീ സുതഃ സവേന നാമ യദ്ദോഷവിദിതമരിസരാജവര്യ ത്വത്പാദേ ലിഖിതമനാ വനം ഗതോ ഭൂത്. ജാതസ്യ ധ്രുവകുലേ ഏവ തുംഗകീർത്തേ അങ്കസ്യ വ്യജനീ സുതഃ സഹ വേന നാമ യദ്ദോഷ വ്യതിതമതിഃ സ രാജവര്യ യദ്ദോഷ വ്യതിതമതിഃ സഹ രാജവര്യ ത്വത്പാദേ നിഹിതമനാ വനം ഗതഃ അഭൂത്. ത്വത്പാദേ നിഹിതമനാഃ വനം ഗതോ അഭൂത്. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേ രംഗസ്യ ഭജനീ സുതഃ സവേന നാമ യദ്ദോഷ വ്യതിതമതിഃ രാജവര്യ ത്വത്പാദേ നിഹിതമനാ വനം ഗതോ ഭൂത്. ഇതിന്റെ അർത്ഥം തന്നെയാണ്. ധ്രുവന്റെ വംശത്തിൽ തന്നെ, ധ്രുവന്റെ പിൻഗാമികളായിട്ട് വന്ന ആള്, ധ്രുവന്റെ വംശത്തിൽ തന്നെ അതികീർത്തിമാനായ അംഗമഹാരാജാവിന് ഇനിയാണ് പറയുന്നത്. ഒരാളുടെ മക്കളുടെ മകന്റെ പേരുകൾ എങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അതൊക്കെ ഭാഗവതത്തിലാണ് രസം. ഭാഗവതത്തിൽ അധ്യായങ്ങളോടും പേരുകളാണ്. ഇയാളുടെ മകൻ ഇയാളുടെ മകൻ എങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമുക്ക് ഭട്ടതിരിപ്പാട് എത്ര പേരുടെ കഥ പറയുന്നു നമുക്ക് നോക്കാം, എത്ര റിലേഷൻഷിപ്പ് പറയുന്നു നോക്കാം. ധ്രുവന്റെ വംശത്തിൽ തന്നെ, ശ്രദ്ധിച്ചു കേൾക്കുക, ധ്രുവന്റെ വംശത്തിൽ തന്നെ ജനിച്ചവനായ അതികീർത്തിമാനായ അംഗമഹാരാജാവിന് വേനൻ എന്ന പേരായി ഒരു പുത്രൻ ജനിച്ചു. ആ രാജശ്രേഷ്ഠൻ അംഗൻ ആ പുത്രന്റെ ദോഷം നിമിത്തം വ്യാകുലചിത്തനായി നിൻ തരുവടിയുടെ കാലടികളിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് വനത്തിലേക്ക് ചെന്നു. ധ്രുവന്റെ വംശത്തിൽ തന്നെ ജനിച്ചവനായ അതികീർത്തിമാനായ അംഗമഹാരാജാവിന് വേനൻ എന്ന മകൻ ജനിച്ചു. അവൻ വളരെ ദുഷ്ടനായിരുന്നു. പക്ഷെ ആ രാജശ്രേഷ്ഠനായ അംഗൻ തന്റെ പുത്രന്റെ ദോഷം നിമിത്തം വ്യാകുലചിത്തനായി പോയി. എന്നിട്ട് അദ്ദേഹം നിൻ തരുവടിയുടെ കാലടികളിൽ തപസ്സിരിക്കാൻ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി വനത്തിൽ പോയി തപസ് ചെയ്യാൻ പോയി. ഇനി അടുത്തത് ഈ വേനൻ എന്ത് ചെയ്തു എന്നാണ് നമുക്ക് പറയേണ്ടത്. പാപോപിക്ഷിത്തിതലപാലനായ വേനഃ പൗരാധ്യൈരുപനിഹീത കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ
ഭുജക്രേതവൈജനാന്യയം നൗരസീത് പാപോപി ക്ഷിതിതഫലായ വേനഃ പൗരാദ്യൈഹി ഉപനിഹിതാഃ കഠോരവീര്യഃ സർവേഭ്യോ നിജബലം ഏവ സംപ്രശംസൻ ഭുജക്രേ തവ യജനാനി അയം ന്യൗരൗക്സീത് പാപോപി ക്ഷിതിതലപാലനായ വേനഃ പൗരോദ്യോരുപനിഹിത കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാ അന്യയം നൗരഭുക്ഷീത് പാപോപി ക്ഷിതിതലപാലനായ വേനഃ പൗരോദ്യോരുപനിഹിത കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാ അന്യയം നൗരൗസീത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? അതിപരാക്രമ വേനൻ ദുഷ്ടനാണെങ്കിൽ അതിപരാക്രമിയായിരുന്നു. അതിപരാക്രമശാലിയായ വേനൻ പാപിയായിരുന്നിട്ടും പൗരന്മാരാൽ രാജ്യത്തെ പരിപാലിക്കുന്നതിനായി സിംഹാസനത്തിൽ ഇരുത്തപ്പെട്ടു. എല്ലാവരോടും തന്റെ ബലത്തെപ്പറ്റി തന്നെ വളരെയേറെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഭൂമണ്ഡലത്തിൽ ഇവൻ നിൻതരുവിടിയുടെ യാഗകർമ്മങ്ങളെ മുടക്കി. അംഗമഹാരാജാവ് ഭക്തനായിരുന്നു. അംഗർക്ക് വളരെ ദുഷ്ടനായ മകൻ ജനിച്ചു. അയാളുടെ പേര് വേനൻ. അയാൾ പരമദുഷ്ടനായി ഇരുന്നിട്ട് കൂടി ജനങ്ങളെല്ലാം അയാളെ സിംഹാസനത്തിൽ ഇരുത്തി, രാജാവായി ഇരുത്തി. അയാൾ എന്ത് ചെയ്തു? താനാണ് ഏറ്റവും ശക്തിമാൻ എന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടന്നിട്ട് അവിടെയുള്ള നിൻതരുവിടിയുടെ എല്ലാ യാഗകർമ്മങ്ങളെയും വേനൻ എന്ന രാജാവ് മുടക്കാൻ തുടങ്ങി. മൂന്നാമത്തെ ശ്ലോകം. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖ്യേ മത്തന്യോപവനപതിർന കച്ഛനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരസ്ഥൈഃ ചാപാഗ്നോ ശലഭദശാമനായി വേനഃ. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖ്യേ മത്താന്യോ ഭുവനപതിർന കച്ഛനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ചാപാഗ്നോ ശലഭദശാമനായി വേനഃ. സംപ്രാപ്തേ ഹിത കഥനായ താപസ ഓഖേ മത്തഃ അന്യഃ ഭുവന പതിഃ ന കഞ്ചന ഇതി. മത്തഃ അന്യഃ ഭുവനഃ പതിഃ ന കഞ്ചന ഇതി. ത്വന്നിന്ദാവചനപരോ മുനീശ്വരസ്തൈ. ത്വത് നിന്ദാ വചനപരഃ മുനീശ്വരഃ മുനീശ്വരൈഃ തൈ. തത് നിന്ദാവചനപരഃ മുനീശ്വരൈഃ തൈഃ ശാപ അഗ്നൗ ശലഭദശാം അനായി വേനഃ. ശാപ അഗ്നൗ ശലഭദശാം അനായി വേനഃ. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖ്യേ മത്താന്യോപവനപതിർന ഗച്ഛനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭദശാമനായി വേനഃ. ഇതിന്റെ അർത്ഥം എന്താണ്? മഹർഷി സംഘം ഹിതമുപദേശിക്കാനായി വന്നു ചേർന്ന സമയം ഞാനല്ലാതെ വേറെ ഒരു ഈശ്വരനും ഈ ഭൂലോകത്തില്ല എന്നിങ്ങനെ അങ്ങേ നിന്ദിച്ചു പറയുന്നതിൽ സമർത്ഥനായ വേനൻ ആ മുനിശ്രേഷ്ഠന്മാരാൽ ശാപമാകുന്ന അഗ്നിയിൽ ശലഭത്തിന്റെ അവസ്ഥയെ പ്രാപിപ്പിക്കപ്പെട്ടു. അവസാനം സഹിക്കട്ടെ, ഇയാളെ യാഗത്തിലേക്ക് മുടക്കാൻ തുടങ്ങിയല്ലോ. ഭൂലോകത്തിൽ നടക്കുന്ന യാഗത്തിലേക്ക് മുടക്കാൻ തുടങ്ങിയ വേനനെല്ലാം മഹാരാജാവ് പരമദുഷ്ടനായിരുന്നു. അപ്പൊ അയാളുടെ ദുഷ്ടത്തിനെ സഹിക്കാൻ വയ്യാതെ ആ സ്ഥലത്തുള്ള മുനിമാരും മഹർഷിമാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് വേനന്റെ അടുത്ത് പോയി ഉപദേശിക്കാൻ പോയി. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ പോയപ്പോൾ അയാൾ മഹർഷിമാരുടെ അടുത്ത് ഉപദേശങ്ങളൊന്നും കേട്ടില്ല എന്ന് മാത്രമല്ല അവരെ അധിക്ഷേപിച്ച് പറഞ്ഞയക്കുകയും ഞാൻ തന്നെയാണ് ഭൂലോകത്തെല്ലാം വലിയവൻ എന്ന് പറഞ്ഞ് അവരെയൊക്കെ വളരെ വളരെ ദേഷ്യപ്പെടുത്തി. അപ്പൊ മുനിമാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന സമയത്ത് അവരെന്ത് ചെയ്തു? വേനനെ തന്നെ ഇല്ലാതാക്കി. മുനിമാരെല്ലാരും കൂടി ചേർന്ന് വേനനെ ഇല്ലാതാക്കി. വേനനെ ഒരു അഗ്നിയിൽ ശലഭത്തിന്റെ അവസ്ഥയിലാക്കി. വേനനെ ഒരു അഗ്നിയിൽ പോയ ശലഭത്തിന്റെ അവസ്ഥയിലാക്കി ആ മഹർഷിമാർ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മഹർഷി സംഘം ഹിതം ഉപദേശിക്കുവാനായി വന്നു ചേർന്ന സമയം ഞാനല്ലാതെ വേറെ ഒരു ഈശ്വരൻ ഈ ഭൂലോകത്തില്ല എന്നിങ്ങനെ അങ്ങേ നിന്ദിച്ചു പറയുന്നതിൽ സമർത്ഥനായ ആ വേനൻ ആ മുനിശ്രേഷ്ഠന്മാരാൽ ശാപമാകുന്ന അഗ്നിയിൽ ശലഭത്തിന്റെ അവസ്ഥയെ പ്രാപിച്ചു. അടുത്ത ശ്ലോകം. തന്നാശാദ്
ഗലജനഭീരുഹുകൈർമുനീന്ദ്രൈः മന്മാർത്താ ചിരപരിരക്ഷിതേ തതംകേ ചുക്ഷാഹേ പരിമിതിധാത ദോരുദണ്ഡ ദോർദണ്ഡേ പരമതിരേ ത്വമാവിരാസി തന്നാശാത് ഗലജനഭീരുഹുകൈർമുനീന്ദ്രൈः തന്മാർത്താ ചിരപരിരക്ഷിതേ തദംഗേ തുക്ത്യാഖേ പരിമഥിതാ ധരോരുദണ്ഡാഃ ദോർദണ്ഡേ പരിമതിധേ ത്വമാവിരാസീഃ തന്നാശാത് ഗലജനഭീരുഹുകൈർമുനീന്ദ്രൈः തത് നാശാത് ഗലജനഭീരുകൈഃ മുനീന്ദ്രൈഃ തന്നാശാത് ഗലജനഭീരുഹുകൈർമുനീന്ദ്രൈः തന്മാർത്താ ചിരപരിരക്ഷിതേ തദംഗേ തന്മാർത്താ ചിരപരിരക്ഷിതേ തദംഗേ തന്മാർത്താ ചിരപരിരക്ഷിതേ തദംഗേ त्यक्ताखे परिमित तदोरुदण्डा त्यक्त अखे परमितात् अध ऊरुदण्डात् त्यक्त आखे परमिदितात् अध परमिदितात् अध ऊरुदण्डा त्यक्तः आगे परमिदितात् अध ऊरुदण्डा अപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ त्यक्ताखे परमिदितात् अद ऊरुदण्डात् दोर्दण्डे परिमदिदे त्वमाविरासीः दोः दण्डे परिमदिदे त्वं विरासीः तन्नाशात् गलजनभीरुकैर्मुनीन्द्रैः तन्मार्ता परिरक्षिते तदङ्गे त्यक्तागे परिमदिधा तदोरुदण्डा दोर्दण्डे परिमदिदे त्वमाविरासीः അതിൽ പിന്നെ ആ വേനന് നാശം കൊണ്ട് ദുഷ്ടന്മാരിൽ നിന്ന് ഭയം വർദ്ധിച്ചവരായ മുനീശ്വരന്മാരാൽ വേനന്റെ മാതാവിനാൽ വളരെ കാലമായി സൂക്ഷിച്ചു വെച്ചിക്കപ്പെട്ടിരുന്ന വേനന്റെ ദേഹം ഊരു പ്രദേശം ചെയ്യപ്പെട്ട് പാപം നീക്കപ്പെടവേ കൈകൾ രണ്ടും മദനം ചെയ്യപ്പെട്ടപ്പോൾ നിന്നൊരുപടി അവതരിച്ചരുളി. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കുക. വേനൻ മരിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വേനന്റെ നാശം കൊണ്ട് വേനൻ മരിച്ചപ്പോൾ ദുഷ്ടന്മാരിലൊക്കെ പിന്നെ ഇളകി. വേനനെ മഹാദുഷ്ടൻ, പക്ഷെ അയാൾ മരിച്ചപ്പോൾ ബാക്കിയുള്ള ദുഷ്ടന്മാരൊക്കെ ഇളകിക്കഴിഞ്ഞു. അവർ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ മുനീശ്വരന്മാർക്കൊക്കെ ഭയം തോന്നി. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ വേനൻ മരിച്ചാലും വേനന്റെ മൃതദേഹം വേനന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നു. വേനന്റെ മാതാവ് ഈ വളരെ കാലമായി സൂക്ഷിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന വേനന്റെ മൃതദേഹത്തിലെ തൊട കടഞ്ഞെടുത്തു. ആ തൊടയെ കടഞ്ഞു. ആ വേനന്റെ മൃതദേഹത്തിലെ തൊടയെ കടഞ്ഞെടുത്തിട്ട് പാപം നീക്കി കൈകൾ രണ്ടും മദനം ചെയ്യപ്പെട്ടപ്പോൾ നിന്തരുവടി അവതരിച്ചരളി. വേനന്റെ തൊടയെ മദനം ചെയ്തിട്ട് പാപങ്ങൾ നീക്കി കൈകൾ രണ്ടും മദനം ചെയ്യപ്പെട്ടപ്പോൾ നിന്തരുവടി അവതരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന ആള് നിന്തരുവടിയാണ്, മഹാവിഷ്ണുവിന്റെ അംശമായി അവതരിച്ചു. വിഖ്യാത പ്രതിനിധിതപ്പോ അപ്പൊ അതിൽ പിന്നെ ആ വേനന നാശം കൊണ്ട് ദുഷ്ടന്മാരിൽ നിന്നും ഭയം വർദ്ധിച്ചവരായ മുനീശ്വരന്മാരാൽ വേനന്റെ മാതാവിനാൽ വളരെ കാലമായി സൂക്ഷിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന വേനന്റെ ഒരു മൃതദേഹത്തിലെ ഒരു പ്രദേശത്തിനെ കടഞ്ഞ് വേനന്റെ പാപങ്ങളൊക്കെ നീക്കി വേനന്റെ രണ്ട് കൈകളും കടഞ്ഞെടുത്തപ്പോൾ മഹാവിഷ്ണു നീ അവതരിച്ചു എന്നാണ്. വേനന്റെ മകനായിട്ടാണ്, വേനന്റെ രൂപത്തിൽ, വേനൻ മരിച്ച ശേഷം വേനന്റെ മുഖം കടഞ്ഞെടുത്തിട്ടാണ് അടുത്ത അവതാരം ഉണ്ടാവുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അഞ്ചാമത്തെ ശ്ലോകം. വിഖ്യാത പ്രതുരിതപോസോപദൃഷ്ടൈഃ സൂതാദ്യൈഃ പരിണതു പാപി വീര്യഃ വേനാർത്യ കബലദിത സമ്പദം ദിനീത്രീഃ ആക്രാന്തം നിജധനുഷാ സമാമകാർഷീഃ. വിഖ്യാതഃ പ്രതിരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈഃ പരിണുത ഭാവി ഭൂരിവീര്യഃ വേനാർത്യ കബലിത സമ്പദം ദരിദ്രേ ആക്രാന്തം നിജധനുഷാ സമാമകാർഷീ. വിഖ്യാത പ്രതിരിതി തപസോപദിഷ്ടൈഃ സുതാത്യൈഃ പരിണുത ഭാവി ഭൂരിവീര്യഃ വേനാർദ്യ കബലിത സമ്പദം ദരിദ്രേ
ആക്രാന്തം നിജധനുഷ സമാമകാർഷീഹി. അതായത് ഇതിൽ എന്താ പറയുന്നത്, 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വെച്ചാല് വിഖ്യാതഃ പൃഥുഃ ഇതി താപസ ഉപദിഷ്ടൈഃ സുധാദി പരിണത ഭാവി ഭൂരി വീര്യഃ വേനാർജ്യ കബലിത സമ്പദാം ദരിദ്രീം ആക്രാന്തം നിജധനുഷ സമാം ആകർഷീഹി. സമാം ആകർഷീഹി. വിഖ്യാത പ്രധു ഇതി താപസ ഉപദിഷ്ടൈഃ. വിഖ്യാത പ്രധുരിതി താപസോപദിഷ്ടൈഃ സുധാദ്യൈ പരിണത ഭാവി ഭൂരി വീര്യഃ. സുധാദ്യൈ പരിണത ഭാവി ഭൂരി വീര്യഃ വേന അർത്യ കബലിത സമ്പദാം ദരിദ്രീം. വേനാർദ്യ കബലിത സമ്പദാം ദരിദ്രീം ആക്രാന്തം നിജധനുഷ സമാം ആകർഷീഹി. ആക്രാന്തം നിജധനുഷ സമാമകാർഷീഃ. വിഖ്യാത പ്രധുരിതി താപസോപദിഷ്ടൈഃ സുധാദ്യൈ പരിണത ഭാവി ഭൂരി വീര്യഃ വേനാർജ്യ കബലിത സമ്പദം ദരിദ്രീം ആക്രാന്തം നിജധനുഷ സമാമകാർഷീഃ. പൃഥു എന്ന് പ്രസിദ്ധനായി തീർന്ന നിൻതിരുവടി, നിൻതിരുവടിയാണല്ലോ അവതരിച്ചിരിക്കുന്നത്. പൃഥു എന്ന് പ്രസിദ്ധനായി തീർന്ന നിൻതിരുവടി മാമുനിമാരാൽ ഉപദേശിക്കപ്പെട്ട സൂതൻ, മാഗധൻ മുതലായ സ്തുതിപാഠകന്മാരാൽ പുകഴ്ത്തിപ്പാടപ്പെട്ട ഒട്ടേറെ ഭാവി പരാക്രമങ്ങളോട് കൂടിയവനായി വേനലിൽ നിന്നുണ്ടായ പീഡയാൽ മറച്ചു വെക്കപ്പെട്ടിരുന്ന സമ്പത്തോടു കൂടിയവളും ആക്രമിക്കപ്പെട്ടവളുമായ ഭൂമിയെ തന്റെ ധനുസ്സുകൊണ്ട് അനുകൂലയാക്കി തീർത്തു. അതായത് വേനൽ ഭൂമിയെ നശിപ്പിച്ചിരുന്നു, പൃഥു ഭൂമിയെ തിരിച്ച് സമനിലേക്ക് ആക്കി എന്നാണ് പറയുന്നത്. പൃഥു ആണ് അവതരിച്ചിരിക്കുന്നത് വേനന്റെ മകനായിട്ട്. പൃഥു മഹാവിഷ്ണു അവന്റെ അംശം. അപ്പൊ മഹാവിഷ്ണുവിന്റെ അടുത്ത അവതാരമാണ് കേട്ടോ, കപിലൻ കഴിഞ്ഞു മറ്റേ പൃഥു അവതാരം. അപ്പൊ പൃഥു എന്ന് പ്രസിദ്ധനായി തീർന്ന നിൻതിരുവടി മാമുനിമാരാൽ ഉപദേശിക്കപ്പെട്ട സൂതൻ, മാഗധൻ മുതലായ സ്തുതിപാഠകരാൽ പുകഴ്ത്തിപ്പാടപ്പെട്ട ഒട്ടേറെ ഭാവി പരാക്രമങ്ങളോട് കൂടിയവനായി വേനലിൽ നിന്നുണ്ടായ പീഡയാൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന സമ്പത്തോടു കൂടിയവളും ആക്രമിക്കപ്പെട്ടവളുമായ ഭൂമിയെ തന്റെ ധനുസ്സു കൊണ്ട് അനുകൂലയാക്കി തീർത്തു. ഭൂമിയെ വേനൽ നശിപ്പിച്ചിരുന്നു. പൃഥു വന്നിട്ട് ഭൂമിയെ സമതലമാക്കി തീർത്തു. ഭൂമിയിലെ സമ്പത്തിനൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ഈ വേനന്റെ മകനായിട്ട്, വേനന്റെ മകൻ എന്ന് പറയാൻ പറ്റില്ല, വേനന്റെ ശരീരത്തെ എടുത്ത ആളാണ്. കടഞ്ഞെടുത്ത് മറ്റേ തുട കടഞ്ഞ് പാപങ്ങളൊക്കെ കളയുകയും കൈകൾ രണ്ടും കടഞ്ഞ് മഹാവിഷ്ണുവിന്റെ അംശമായിട്ട് പൃഥു അവതരിക്കുകയും ചെയ്തു. ആ പൃഥു ഭൂമിയെ ശരിയാക്കിയെടുത്തു. വേനൻ ചെയ്ത പാപങ്ങളൊക്കെ പരിഹാരം ചെയ്തു. എന്നിട്ട് ഭൂമിയെ തിരിച്ച് സമതലമാക്കി തീർത്തു. ഇതാണ് പൃഥു ചരിത്രം തുടങ്ങുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ തുമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയ വാസ വിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നമ്മള് ഈ അധ്യായത്തില് 18ാം ദശകം, അതിലെ പൃഥുചരിതം ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ് ഇന്ന് അവതരിപ്പിച്ചത്. 18 ദശകങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ 17 ദശകങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം. വാട്സാപ്പിലൂടെയും അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലേക്ക് അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. ഇന്നത്തെ അധ്യായം അവതരിപ്പിച്ച പ്രിയപ്പെട്ട ഡോക്ടർ അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഏവർക്കും നന്ദി. ഓം നമോ നാരായണായ.